ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ്റെ തല വെച്ച് നല്ല ഒരു അടിപൊളി തലക്കറിയാണ്. ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല എരിവും അതുപോലെ പുളിയൊക്കെയുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തലക്കറി എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തലക്കറി കഴിക്കാനായിട്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് ചെറിയ 2 പീസ് ഇഞ്ചി, 7-8 പച്ചമുളക്, പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായി ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെയ്മീൻ്റെ തലയിലോട്ട്, അപ്പോൾ ഞാൻ തലക്കഷ്ണം നന്നായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ വാൽ ഭാഗത്ത് നിന്ന് 2 ചെറിയ പീസ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തല കട്ട് ചെയ്യാതെ ഇടണമെങ്കിൽ കട്ട് ചെയ്യാതെ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആ നെയ്മീൻ്റെ എല്ലാ ഭാഗത്തേക്കും, ആ തലയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ടതൊന്ന് മസാലയൊന്ന് പുരട്ടി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് മീനിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ആ മസാലക്കുള്ളിലോട്ട് പിടിക്കും. പിന്നെ വേണ്ടത് ഒരു അരമണിക്കൂറോളം കുടംപുളി നമുക്ക് വെള്ളത്തിൽ അര കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുളി എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കുടംപുളി എടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 പീസ് ചെറിയ പീസുകളായിട്ട് കുടംപുളി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കുന്നതെങ്കിൽ ആ പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 150 ഗ്രാം ചുവന്നുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. കട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ചതച്ച് ചേർക്കുന്നതാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചുവന്നുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചുവന്നുള്ളി നല്ല ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും നമ്മുടെ ഈ ഒരു കറിക്ക്. പിന്നെ വേണ്ടത് 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അങ്ങനെ പൊടികൾ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ മസാലയിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുടംപുളിയും സോക്ക് ചെയ്തിട്ടുള്ള വെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളവും അതുപോലെ സോക്ക് ചെയ്തിട്ടുള്ള ആ കുടംപുളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒത്തിരി പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ കുടംപുളി ഒന്ന് തിരുമ്മി പിഴിഞ്ഞ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തോരം ഗ്രേവി ആവശ്യമുണ്ട് എന്നുള്ളതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ല ചാറ് പോലെയാണ് നമുക്ക് ഈ ഒരു കറി വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂടുതൽ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കട്ടി ചാറായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ഈ ഗ്രേവി എല്ലാം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുമ്പോഴാണ് ആ മസാലയൊക്കെ നല്ലതുപോലെ സെറ്റായി വരിക. അങ്ങനെ നമ്മുടെ കറി ഇതാ ഇവിടെ ചെറുതായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി പതിയെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ കറിയെല്ലാം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തലക്കഷ്ണം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഈ തലക്കഷ്ണങ്ങളെല്ലാം ആ ഗ്രേവിയുമായിട്ട് നന്നായി യോജിച്ച് വരാൻ വേണ്ടി കയ്യിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഗ്രേവി ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ തലക്കഷ്ണമൊക്കെ ഇട്ട് നന്നായി ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 7 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 7 മിനിറ്റ് നമ്മൾ മുറിച്ചിട്ടുള്ള തലക്കഷ്ണം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നത് കുക്കായി വരും കേട്ടോ. അപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. തലക്കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി വലിയ പീസുകളല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിനി വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലുള്ള ചാറൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പതിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാരണം ആ മുകളിൽ കിടന്നിരുന്ന ഭാഗം കൂടി ഒന്ന് താഴേക്കാവുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തിട്ട്
ടേസ്റ്റ് നോക്കി ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല കട്ടിക്കാണ് ഈ ഒരു ചാറ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ചാറ് കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറുകിയ ഒരു പരുവായത് വരെ കുക്ക് ചെയ്തെടുത്തിരുന്നു. കാരണം ഈ ഒരു തലക്കറിക്ക് ഒത്തിരി ചാറ് വേണമെന്നൊന്നുമില്ല, കുറച്ച് കട്ടി ചാറാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അത് കുറച്ച് മതി, ആ കഷ്ണവും ആ ചാറും കൂടി കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ തലക്കറി ഇവിടെ റെഡിയായി. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കറിവേപ്പിലയുടെ ഒരു തണ്ട് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇനി കറി മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറിയൊക്കെ നല്ലതുപോലെ സെറ്റായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്മീൻ തലക്കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനായിട്ട് നല്ല അടിപൊളി കറിയാണ്. നമുക്ക് കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.